സഹോദരി കലാസ്നേഹികളെ, ഒരു സിനിമ എത്ര ശ്രമിച്ചിട്ടും കണ്ടു തീർക്കാൻ പറ്റാതെ വരിക, മനസ്സിൽ ഇരുട്ട് കയറി കരയാൻ തോന്നുക. ഏത് പാപം ചെയ്തതിന്റെ പരിണിത ഫലമായാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു വിദ്യയെ തിയേറ്ററിൽ ദുരനുഭവം ഉണ്ടാകേണ്ടി വന്നതെന്ന് ഓർത്ത് സഹതപിക്കുക. ഇത്തരം ക്രിയകൾ മനസ്സിൽ ഉടനീളം ഈ സിനിമ കണ്ടപ്പോ എന്റെ ഉള്ളിൽ ഉദിക്കുകയായിരുന്നു. മലയാള സിനിമയിലെ അലവലാതി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ജാക്കാൻ ജില്ല എന്ന ഈ കലവതം. അന്നൊരു അബദ്ധവശാലെങ്കിലും തിയേറ്ററിന്റെ പരിസരത്ത് കൂടി നിങ്ങൾ ഈ പടം കാണാൻ പോയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ശിരസാൽ നമിക്കുന്നു. ഇതിന്റെ ഉൽപ്പത്തി നായകരെ കരണം പൊളിക്കുന്നു. ഏതൊരു മനുഷ്യനും രണ്ട് മുഖമുണ്ട് എന്നുള്ളതിന് ഭാവ്യാത്മകമായ ഉദാഹരണമാണ് ഈ മലം കൾട്ട് ക്ലാസിക്. അനന്തഭദ്രവും ഉറുമിയും ഒക്കെ ഒരു മുഖം വെച്ച് ചെയ്തപ്പോ ആരും കാണാതെ മറച്ചു വെച്ച ആ മറ്റൊരു മുഖം ഈ അപരാധം പിറപ്പിക്കാൻ പുറത്തെടുത്തതിന്റെ സന്തോഷ് ശിവനേ. സോ ഈ ഫിലിം ഒരു കൂട്ടം ഭ്രാന്തർ ഒത്തുകൂടിയ നാടകമാണ്. നായകന് വട്ട്, നായികയ്ക്ക് വട്ട്, നായകന്റെ അസിസ്റ്റൻസിന് വട്ട്, നായികയുടെ അമ്മയ്ക്ക് വട്ട്, നായകന്റെ കൂട്ടുകാർക്കോ മുഴുത്ത വട്ട്, വഴിയെ പോയ കഥാപാത്രങ്ങൾക്ക് എല്ലാം വട്ട്. ഇനി ഇതിലെ കഥയും ഒരു വട്ട് തന്നെയാണ്. പിന്നെ വട്ടിന്റെ മൂർധന്യാവസ്ഥയിൽ കൂട്ടിലാകപ്പെട്ട ഒരു കൊച്ചു വട്ടനും. എന്റെ എളിയ റോസ്റ്റിംഗ് കരിയറിൽ ഈ സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്തു തന്ന എന്റെ സബ്സ്ക്രൈബർ സുഹൃത്തെ, എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നോ? ഞാനിപ്പോ ഒരു മെക്കാനിക്കിനെ കണ്ട് ഉറക്കഗുളിക വാങ്ങിച്ച് കഴിക്കുകയാണ്. ഈ പടം കണ്ട ശേഷം എനിക്ക് ജീവിതം പെനാൽറ്റി തന്നിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് കടന്നാൽ, നായകൻ അധോലോക അപ്രശസ്തനായ ഒരു അശാസ്ത്രജ്ഞനാണ്. പുള്ളി തന്നെ ചിരകാലത്തിൽ പൊലിഞ്ഞുപോയ അച്ഛന്റെ സ്വപ്നം സാഫല്യമാക്കാൻ കുറ്റിയും പറിച്ചിങ്ങ് കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് അച്ഛന്റെ സ്വപ്നം? അച്ഛന്റെ സ്വപ്നമാണ് ജാക്കാൻ ജില്ല എന്നൊരു AI ടെക്നോളജി. അതുവഴി മെന്റലി ചലഞ്ചിങ് ആയിട്ടുള്ള മനുഷ്യരെ സൂപ്പർ മുണ്ണകളാക്കാനുള്ള പദ്ധതി. അങ്ങനെ ഈ ദിവാസ്വപ്നവുമായി നാട്ടിലെത്തുന്ന നായകൻ ഒരു കീറിയ ചാക്കുമായി റോഡിൽ ഇറങ്ങി മനുഷ്യരെ കടത്തിക്കൊണ്ടുവന്ന് തന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയാണ്. അല്ല, അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഇതിലെ ആൾക്കാരെ കടത്തിക്കൊണ്ടൊന്ന് പരീക്ഷണം ചെയ്യണത് കാണിക്കണം. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഉദാഹരണത്തിന് പരീക്ഷണത്തിന്റെ ആദ്യ ഇര എന്ന തലത്തിൽ ഒരുമാതിരിയുള്ള അഭിനയ പ്രതിഭകളെ എല്ലാവരെയും കൊണ്ടുവന്ന് അവരുടെ കഴിവില്ലായ്മയുടെ പരിധികളെ പുറത്തെടുപ്പിക്കുക എന്നൊരു പ്രത്യേകതരം പ്രവൃത്തി പ്രകടമാക്കിക്കുവാൻ സന്തോഷ് ശിവന് നന്നായി സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യ സീൻ മുതൽ തന്നെ അവരാധം മണ്ണിൽ കുഴച്ച് ഇസ്ഫന്നൂതി ജീവൻ കൊടുത്ത് ഉയർപ്പിക്കുന്നുണ്ട്. നായകനായ കാളിദാസ് നാട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന അപ്പൂപ്പനും അജിവും പഴയ ബേസിലും കൂടെ വന്ന സായിപ്പ് ചേച്ചിയുടെ ബാഗ് എടുക്കാൻ കടിപിടി കൂടുന്നതിനിടയിൽ പെട്ടി തുറന്ന് തറയിൽ വീഴുമ്പോൾ കാണുന്നത് കുറച്ച് ഇന്നർ വരമ്പുകളാണ്. അത് കണ്ട് ചേട്ടന്മാർ ആകെ ചിരിക്കുകയാണ്. ഫലിതം തന്നെ. തുടർന്ന് അങ്ങോട്ട് ഇത്തരത്തിൽ നിലവാരമുള്ള ചെറുതും വലുതുമായ ഫലിതങ്ങൾ ഉടനീളമുണ്ട് സിനിമയിൽ. ഇനി ഈ സിനിമയുടെ ഹൈലൈറ്റ് അപരാധമായിട്ടുള്ള ഹൈലി ക്രിയേറ്റീവ് സൗബിനിക്കയുടെ കുട്ടാപ്പി എന്ന ആർട്ടിഫിഷ്യൽ മണ്ടലിജന്റ് ആയ റോബോട്ട് കഥാപാത്രം. ഉണരൂ സമയമായി മണി 7:30. മലയാള സിനിമാ ചരിത്രത്തിൽ ഇതിനേക്കാളും കക്കൂസായിട്ട് എഴുതിയ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് സംശയമാണ്. മട്ടാഞ്ചേരി ഭാഷയിലെ ചിരിക്കൂ, മട്ടാഞ്ചേരി ഭാഷയിലെ കരയൂ, മട്ടാഞ്ചേരി ഭാഷയിലെ കിണുങ്ങൂ, മട്ടാഞ്ചേരി ഭാഷയിലെ കുളിക്കൂ, അങ്ങനെ അടിമുടി മട്ടാഞ്ചേരി ഭാഷ പറഞ്ഞ ഒരു ഹ്യൂമനോയിഡ് ആണ്ടവാ അല്ലേലും ഉയ്യ. ഒരു കണ്ടംപററി സിനിമ എടുക്കണം എന്നായിരുന്നു സന്തോഷ് ശിവന്റെ ആഗ്രഹമെന്നും തോന്നുന്നു. അത് അദ്ദേഹം നല്ല വൃത്തിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്, നൗ ബാക്ക് ടു ഫിലിം. ഇനി ശരിക്കും ഈ സിനിമയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഈ കുട്ടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ChatGPTയും ജെമിനിയും ഒത്തുചേർന്ന് നടത്തിയ സുന്ദരിക്ക് പൊട്ടിത്തുടൽ മത്സരത്തിൽ അവർ തന്നെ പല റെഫറൻസുകളിൽ നിന്ന് നോക്കിയെടുത്ത ഒരു പെൺകുട്ടിയുടെ രൂപം മെനഞ്ഞെടുത്ത് ദേ ഈ സുന്ദരിയാക്കി മാറ്റിയതാണോ എന്നൊരു സംശയം. ഉടലിന് മുകളിലേക്ക് ഇരിക്കുന്ന തല അനങ്ങളതേ ഇല്ല. ആ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുഖത്ത് എക്സ്പ്രഷനേ ഇല്ല. വികാരം വരാത്ത മനുഷ്യരുണ്ടോ സുഹൃത്തുക്കളെ? വിചാരമില്ലാത്ത വിശ്വാസികളുണ്ടോ കൂട്ടുകാരെ? മുടി കൊണ്ട് മുഖം മറച്ചു വെച്ചേക്കുവാണ്. മുൻവശം മാത്രമേ പ്ലാസ്റ്റോ പാരിസ് വെച്ച് മുഖം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി തലക്ക് ചുറ്റും ഗ്ലാസ് ആണ്. അതിനകത്ത് ഗിയറും ഷാഫ്റ്റും LED ബൾബും. അത് നമ്മൾ കണ്ട എവള് റോബോട്ടാണെന്ന് മനസ്സിലാകൂലേ? അതിനാൽ മുടി കൊണ്ട് മറച്ചിരിക്കുന്നു. ഇനി നമ്മുടെ നായകന് പരീക്ഷണം നടത്താൻ ഒരു ലാബ് വേണമല്ലോ. അങ്ങനെ കാടിന്റെ സൈഡിൽ ഞാറും നടന്ന ഒരു പാടത്തിന്റെ മധ്യത്ത് അവരൊരു ലാബ് അങ്ങ് തുറക്കുകയാണ്. ലാബ് ഉണ്ടാകുന്നത് തീർത്തും ഒരു പാട്ടിലൂടെയാണ്. ആ പാട്ട് ഇതാണ്. എന്തൊരു കാലിന്റെ ഇടയിൽ ട്രാട്ടെന്ന. ഇനി ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ചെയ്ത ആ പ്രഗത്ഭൻ ആരാണ്? അദ്ദേഹത്തിന് ശരിക്കും ജനങ്ങളുടെ വക ശ്രവണകാന്തി നൽകിയതിന് ശരിക്കും മലം തെറിപ്പിക്കൽ അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു.
വടകര വളവിലെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. സോ നമ്മുടെ ആദ്യത്തെ പരീക്ഷണ വസ്തുവാണ് നമ്മുടെ ഇന്ദ്രേട്ടൻ. Then we have two small villains. Number one, Day Even. ബ്ലേഡ് വായിലിട്ടിട്ട് അത് വിഴുങ്ങി ഓർഗാസം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം വില്ലൻ ടെററാണെന്ന് കാണിക്കുക എന്തിനാ ബ്ലേഡ് ഒക്കെ വായിലിട്ട് വിഴുങ്ങണം. പടം കാണുമ്പോൾ അത് അവന്റെ തൊണ്ടയിൽ കുഴുങ്ങി ആ വില്ലൻ അങ്ങ് ആത്മഹത്യയായി പോയിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു പോയി കാണും. ഇങ്ങനെ ഒരു പ്രത്യേകതരം സൈക്കോ വില്ലനെ കണ്ട് നാട്ടുകാർ ഞെട്ടണം എന്നായിരിക്കും. അതെന്തായാലും ഈ പടം കണ്ടവരൊക്കെ ഞെട്ടിത്തെറിച്ച് ആ സീറ്റിൽ തന്നെ മുള്ളി വെച്ച് കാണും. ഇനി വേറൊരു തൊണ്ടേ പ്രൊഫഷണൽ പാല് കുടിക്കാരൻ. പശും പാല്, നല്ല പശും പാല്, ധോണി കുടിച്ച് 6 അടിക്കണ പശും പാല്. മൂഞ്ചി കിടക്കണം. നീ എന്താ പൊക്കിളിനകത്തൂടെ അകത്തോട്ട് കയറിപ്പോള്ള വഴി ഉണ്ടാ നോക്കണ. അതായി ഏതാകൂല പശും പാല്. ഇതെന്ത് പിന്നെ ഇതില് രാജുവേട്ടം ശബ്ദം കൊണ്ട് അലമ്പിയിട്ടുണ്ട് കേട്ടാ. ആ വെളിച്ചത്തിൽ നിന്നുണ്ടായ അറിവിന് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം മാനവരാശിയെ ഈ 21-ാം നൂറ്റാണ്ടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരീക്ഷണ വസ്തുവിനെ അവർ പരീക്ഷിക്കുകയാണ്. പരീക്ഷണത്തിന്റെ ഒടുവിൽ പുള്ളിക്ക് ഉള്ള വട്ട് ഓവർലോഡായി ഇറങ്ങി ഓടും. വട്ട് കൂടിയവന്റെ മുട്ടാൻ നിൽക്കില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പുള്ളി അങ്ങ് പോകും. പോയി വല്ല ടീറ്റ എടുക്കുക. ആ തുരുമ്പ് വണ്ടിക്കകത്ത് കയറി ഇരുന്നല്ലേ. അല്ല ഗൈസ്, ഈ ചേച്ച ഈ പടത്തിൽ എന്തിനാണ് വെച്ചേക്കണെന്ന് എനിക്ക് ഒരു വശത്തോട് ചിന്തിച്ചിട്ട് മനസ്സിലാവണതേ ഇല്ല. പിന്നെ ഉപയോഗശൂന്യമാണെങ്കിലും ഉപദ്രവകാരിയല്ല. മൂവിംഗ് ഫോർവേഡ്, നമ്മുടെ പരീക്ഷണ വസ്തു ഫെയിലായത് കാരണം അടുത്ത ടെസ്റ്റ് സബ്ജക്റ്റ് ആയാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഓഫ് മോളിവുഡ് മഞ്ജു വാര്യർ വരുന്നത്. വാര്യർ ഇതിലൊരു തേപ്പുകാരിയാണ്. അലക്കും കാണുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ലോണ്ടറി ബിസിനസ് ആണെന്ന് തോന്നുന്നു. തുണിയൊക്കെ വിരിച്ചേക്കണ്, അലക്കാനും ഇട്ടേക്കണ്. അവര് നേരെ മഞ്ജുച്ചി പിടിച്ചോണ്ടൊന്ന് കുളിപ്പിക്കും. കുളിപ്പിക്കുക അല്ലടാ, ഉറക്കണം. എന്നിട്ട് ചോറ് കൊടുക്കും. എടാ മെന്റലി ചലഞ്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കണമെന്ന് നിന്റെ അടുത്തൊക്കെ ആരാ പറഞ്ഞത്? അങ്ങനെ അവര് മഞ്ജുച്ചിയിൽ പരീക്ഷണം നടത്തുകയാണ്. എന്നാ പിന്നെ അവിടെ ഒരു പാട്ട്. ഇത് കഞ്ചാവ് അടിച്ചിട്ട് സ്വപ്നം കണ്ട ഇതുപോലെ ഇരിക്കും. അതേപറ്റി കൃത്യമായ ധാരണയുള്ള ആരവണ് ഈ പാട്ടൊക്കെ ചെയ്തു വെച്ചേക്കണം. ഇതിൽ കുറെ സെക്ഷൽ ജോക്സും അഡൾട്ട് സാധനങ്ങളും സ്ത്രീ വിരുദ്ധതയും കുറച്ച് അനാവശ്യ കണ്ടന്റുകളും ഇല്ലായിരുന്നുവെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് മായക്കണ്ണൻ ലെവലിൽ ഇരുന്ന് കാണായിരുന്നു. പാട്ടിനൊക്കെ ഒരു കുഞ്ചിയമ്മ വൈബുണ്ട്. ഇനി പരീക്ഷണ വിജയം നേടിയ നായിക ഐൻസ്റ്റൈന്റെ തിയറിയൊക്കെ പറയും. Einstein showed us that the speed of light within a vacuum is the same no matter the speed at which an observer travels. All the dreams like tingle stars. സംഭവം ലൂസി സിനിമ നിങ്ങൾക്ക് അറിയാമോ? അതിൽ പറയുന്ന പോലെ 10% ബ്രെയിനെ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ തള്ളും. അത് ലൂസി ഇത് ഞാനൊന്നും പറയാനില്ല. ഏറ്റവും വെറുപ്പേരി ഈ സിനിമയിൽ സൗബിനിക്കയാണെന്ന് പറഞ്ഞത് കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്. ഈ പാഠത്തിൽ നിന്നൊക്കെ ആയിരിക്കും പഠിച്ച് ഇപ്പൊ അദ്ദേഹം നല്ല സിനിമകളൊക്കെ ചെയ്യുന്നത്. മഞ്ജുച്ചി പിന്നെ ഇപ്പൊ സിനിമയൊന്നും ചെയ്യണല്ലോ. പിന്നെ കാളിദാസിന് പകരം ആ റോള് അനാഥനും ഗുണ്ടയുമായ ആ പയ്യനെ ഏറ്റെടുക്കുകയും ചെയ്തല്ലോ. I must say there is no comparison between them. Kalidas is a good actor, but script selection and choice of movies. അപ്പോ ആന്ത്രാക്സ് ശരിക്കും വെറുപ്പിക്കലിന് അപ്പുറം ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സവും ചാടിക്കടന്നിരിക്കുകയാണ് സൗബിനിക്കയുടെ കഥാപാത്രം ഇതിൽ. ആ മോന്തയുണ്ടല്ലോ, ഇതിനെ പിടിച്ച് ഇലുമിനാറ്റിക്ക് കൊടുക്കണം. അവര് സ്വന്തമായിട്ട് അങ്ങ് പിരിഞ്ഞു വെക്കോളും. ഇത്രയും നേരം സിനിമ കണ്ട് കഴുത്ത് വരെ വെറുത്തു നിന്ന് നമ്മളെ തലച്ചോറ് വരെ മരവിപ്പിക്കാൻ മഞ്ജു ചേച്ചിയുടെ വക ഒരു ഓക്സ്ഫോർഡ് മലങ്കൾട്ട്. അണ്ണാ കിമ്മണ്ണ അവിടെ ഒരു മിസ്സൈലെങ്കിൽ ഇവിടെ ഇവിടെ തലയെ കൂടാ കൊല്ലണ്ണ ഇതിനേക്കാ. ഇനി വീണ്ടും പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഒരു തവണ കൂടി തലയിൽ ആ കൂന്ത്രാണ്ടം എടുത്ത് വെച്ച് ആൽക്കഹോൾ കുത്തിക്കയറ്റി വിടുകയാണ്. അപ്പൊ ദേ ഉണ്ട വേൾഡ് വാർ നടക്കുന്നതിന്റെ മുന്നിലെ ഉണ്ണിയർച്ചപ്പോലെ ഉറുമിയും പിടിച്ച് നിൽക്കണം. സന്തോഷ് ശിവണ്ണ ഉറുമി സിനിമ വീട്ടിൽ ഹോർലിക്സ് കുപ്പിയിൽ അടച്ചു വെച്ചേക്കാണ് ഇപ്പോഴും. അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്ത് അങ്ങ് വെതറി ആറ്റം ബോംബ് വീഴുന്ന സമയത്ത് ഉറുമിയും പിടിച്ച് അങ്ങനെ നിൽക്കണം. നല്ല പൊത്തി തന്നെ എന്റെ അണ്ണാ. ഈ പടം പ്രേക്ഷകരെ നെഞ്ചത്തേക്കുള്ള ആറ്റം ബോംബാണെന്നും പടം കണ്ടവർക്ക് ചാട്ടവാർ അടിയാണ് ഫലമെന്നും കാട്ടിത്തന്ന ഡയറക്ടർ ബ്രില്യൻസ് ആണ് സീൻ. സോ ഇനി ഇയാളാണ് മെയിൻ വില്ലൻ. ബ്രോ ഇസ് വെൽത്തി ആൻഡ് ആൾസോ ക്രീപ്പി. പിന്നെ മാജിക്കും അറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ മഞ്ജു വെച്ച് കഞ്ചാവ് അടിച്ച പോലെ എന്തെങ്കിലും ഡയലോഗ് ഒക്കെ അങ്ങ് പറയും. കാത്തിരുന്ന് കണ്ണു കഴിച്ചു. ചന്തുവാങ്ങളെ വീണ്ടും ചതിച്ചല്ലേ? ശരിക്കും ഇത് എന്ത് തേങ്ങാക്കൊല്ലിയാണ്. 4 കൂട്ടി മുറുക്കിയിട്ട് വലതും വലിച്ചു കേട്ട് ഇമ്മാതിരി അവരതൊക്കെ പടച്ചു വിട്ട് അത് ജനങ്ങളുടെ നെഞ്ചത്തേക്ക്. അവരത് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ വേണം. എന്നിട്ട് അവരെല്ലാം റിവ്യൂ പറഞ്ഞാൽ അവരെ തെറിയും വിളിക്കും. എന്തായാലും ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് എന്റെ ആരും ഒന്നും പറയില്ല. ഇനി നമ്മുടെ മെയിൻ വില്ലന്റെ മാജിക് ഷോയിൽ പോയി മഞ്ജു വെച്ച് അവിടെ ഒരു ഡാൻസ് അങ്ങ് കുണുങ്ങും.
എനിക്ക് ദേഷ്യം പറയുന്നുണ്ട്, പക്ഷെ ദേഷ്യം ഒരു പരിധിക്കപ്പുറം വന്നാലേ BP ഒക്കെ കൂടും. അതുകൊണ്ട് ഈ പാട്ടിനെ പറ്റി ഞാൻ ഒന്നും പറയണില്ല. ശേഷം നമ്മുടെ മാജിക്കാരന്റെ മകനായ ബ്ലേഡ് വില്ലനില്ലേ, അവന്റെ മൊക്ക നോക്കി ഇസ്തിരിക്ക് 3 അടി. മൊബൈൽ ഫോൺ കൊണ്ട് കിടക്കണ നടക്കാടെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് നടക്കണ, എവിടെ പോയാലും ഇസ്തിരിയാ. കൊള്ളാം, സെൽഫ് ഡിഫൻസിന് പറ്റിയ സാധനം. ഇനി ദേഹത്തെ ഉണ്ണിയാർച്ച കയറി കുത്തിയിരിക്കണം മഞ്ജു ചേച്ചിയെ ബേസിലൊന്ന് വിളിച്ച് വില്ലന്മാർക്ക് കൊണ്ടു കൊടുക്കും. അവൾ അവിടെ പോയി മെയിൻ മെയിലിന്റെ മുഖച്ചായിൽ മുത്തം വെക്കും. ദേഷ്യം മുത്ത അവന്മാര് ക്ലോക്ക് തള്ളിയിട്ട് ഇവളെ കൊല്ലും, എന്നിട്ട് കൊണ്ടുപോയി കുഴിച്ചിടും. അല്ലല്ലല്ല, ഇനി നിങ്ങൾ ഞെട്ടാൻ വരട്ടെ, ഇപ്പഴല്ല ഞെട്ടാവള്ള. ഇവളെ കാണാനില്ലെന്നും പറഞ്ഞ് പേലകള് തപ്പി വരും. അപ്പോതാ സംഭവം ഇവളെ അവര് കുഴിച്ചിടുന്നതിന് തൊട്ട് മുന്നേ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അതുവഴി അസ്തമയ കാര്യക്രമം ചെയ്യാൻ വേണ്ടി വന്ന ഇന്ദ്രൻസ് ചേട്ടൻ അവളെ രക്ഷിക്കുമത്രേ. ഇനി ഞെട്ടിക്കും. ഇനി ഇതിൽ മഞ്ജു എന്ത് ഇങ്ങനെ ആയിപ്പോയി എന്ന് അറിയാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഏകദേശം 500 കിലോമീറ്റർ ഒരു കാർ എടുത്ത് പോയിട്ട് ഒരു പഴയ പൊളിഞ്ഞ വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെ ഒരു കേടും കൂടാതിരുന്ന പഴയ ഫോട്ടോ നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് മനസ്സിലാക്കും അവളുടെ കുടുംബത്തെ ആരോ കൊന്നതാണെന്ന്. ഇതൊക്കെ സിനിമയിൽ പട്ടയിൽ നടക്കണം. ഓരോ സീനും വളരെ ഫാസ്റ്റ് ആയിട്ട് മാറി മറിഞ്ഞ് പോകുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവൂല. നമ്മളിങ്ങനെ വായും തുറന്ന് സ്ക്രീനിൽ നോക്കിയിരിക്കും. എന്നിട്ട് അവിടുന്ന് മഞ്ജു വെച്ചിട്ട് പഴയ ബ്ലൗസും ചിലങ്ക എടുത്തോണ്ട് വരും. അപ്പൊ തന്നെ മഞ്ജു വെച്ച് അത് എടുത്തിട്ട് റെഡ് വെസ്പ സ്കൂട്ടറിൽ കയറി രാവിലെ പോയി അപ്പുറത്തെ ജംഗ്ഷനിലുള്ള വില്ലന്റെ വീട്ടിൽ രാത്രി എത്തും. എന്നിട്ടൊരു ഡാൻസ് അങ്ങ് കളിക്കും. ഇതൊരു ട്രിപ്പ് പാട്ടാണ് ഗൈസ്. നിങ്ങൾ 2 ചെറുതൊക്കെ അടിച്ചിട്ട് കണ്ണടച്ച് റൂമിലെ കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ പാട്ട് കേട്ട് നോക്കിയാണ്. പിറ്റേന്ന് രാവിലെ അമ്മ ഒന്ന് റൂം തുറന്ന് നോക്കുമ്പോ നിങ്ങളെ വായിന്ന് പത വന്ന് കിടക്കണ കാണാം. അല്ലോ, ഇത് ജിന്ന് ഏറിയത് തന്നെ. വീമമ്പള്ളി കൊണ്ട് ഓതി കിട്ടണം. ശേഷം ഈ ഡാൻസും കളിച്ച് ഒരുത്തനെ കമ്പി പരക്കി കുത്തിക്കൊല്ലും. എന്തൊക്കെയാണ് നടക്കുന്നത്? പക്ഷെ ഇവരെ കൊന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അവരങ്ങ് ഒതുക്കി തീർക്കുന്നു. സീരിയസ്ലി ഈ സിനിമയിലെ ആൾക്കാർ ചാവുന്നതും പോലീസും ഒക്കെ വെറും ജോക്കാണ്. ആര് ചത്താലും മരിച്ചാലും ഈ യൂണിവേഴ്സിൽ ഒരു കുഴപ്പമില്ല. IPC WBC വകുപ്പുകളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള സിനിമയാണെന്ന് തോന്നുന്നത്. ഇത് വേറെ ഏതോ സന്തോഷവനാണ് ഈ പടം എടുത്തു വെച്ചേക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നാണ് എന്റെ ഒരു ഇത്. ഇനി വീണ്ടും ഐസ്ക്രീം കഴിക്കണമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് റോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മുങ്ങി വേറൊരുത്തനെയും പോയി കൊല്ലും. എന്നിട്ട് ബ്ലേഡ് അണഞ്ഞ് അറിഞ്ഞ് കുറ്റിയാക്കും. ശേഷം ഒന്നും അറിയാത്ത പോലെ വീണ്ടും വന്ന് വണ്ടിയിലിരിക്കും. എന്താണ് ഇത്, മാജിക്കാ? പാവം, അവന്റെ മൂത്രസഞ്ചി മുറിഞ്ഞെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ വില്ലൻ ടീമുകളാണ് ഇവളുടെ ഫാമിലി മൊത്തത്തിൽ തീർത്തത്. അതിന്റെ പ്രതികാരമാണ് ഈ കഥ. അതിലാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോക പ്രശസ്ത സയന്റിസ്റ്റ്, ഒരു സുനാമി അറ്റാക്ക് 2 സോംബികളെ കൂടെ കുത്തി കയറ്റത് കുറച്ചുകൂടി സൈഫൈ ആയനെ. പിന്നെ ഇതിൽ ഇവളുണ്ടല്ലോ, ഇവൾക്ക് 18 വയസ്സാവാൻ കാത്തിരിക്കുകയാണ് ഈ മെയിൻ വില്ലൻ അവളെ കെട്ടാൻ. കൊടൂരം തന്നെ. ഒരു മനുഷ്യന് വേണ്ട എല്ലാ നെറുകേടും വൃത്തികേടും ചേർന്ന് ഒരുക്കി വെച്ച ഒരു കഥാപാത്രം. അങ്ങനെ ഉള്ളൊരു വില്ലൻ ഉണ്ടാക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒരു ISS തീവ്രവാദിയാണെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്ന. അതാകുമ്പോ ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ട് അതിൽ ഉൾപ്പെടുമല്ലോ. സംഭവം ഈ കുട്ടിയും മഞ്ജു വാര്യരും എല്ലാവരും ഒരു ഫാമിലിയായി കഴിഞ്ഞതാണ്. ബട്ട് ഒരു ബിസിനസിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് മഞ്ജുവിന്റെ അച്ഛനുമായി നമ്മുടെ വില്ലൻ തെറ്റുകയാണ്. ശേഷം വില്ലൻ പോയി അയാളെ അങ്ങ് കൊല്ലും. മാത്രമല്ല മഞ്ജുവിന്റെ സഹോദരിനെയും കൊല്ലും. അങ്ങനെ മഞ്ജുവിന്റെ സഹോദരിയുടെ കാമുകൻ മഞ്ജു കൂടി പ്രതികാരത്തിന് നടക്കുന്നതാണ് ഈ കഥ. പിന്നെ ഇവളുണ്ടല്ലോ, ഇവൾ അതിനുശേഷം വില്ലന്റെ കൂടെയാണ് അത്ര. എടി, നിനക്ക് വല്ല ഹോസ്റ്റലിലോട്ടോ മാറിയിട്ട് KFCയിൽ വല്ല വർക്ക് ചെയ്യാൻ പോയാലും മതിയല്ലോ ജീവിക്കാൻ. എന്തിനീ നാറികളുടെ കൂടെയൊക്കെ ജീവിക്കണ? അങ്ങനെ സിനിമ ക്ലൈമാക്സിലൂടെ അടുക്കുകയാണ്. അല്ല, എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാലോ, നായകൻ നേരെ ചെന്ന് എല്ലാരും ഇസ്തിരി വെച്ച് അറിഞ്ഞു കൊല്ലും. അതിന്റെ ഇടയിലെ മഞ്ജുവിന്റെ സഹോദരിയുടെ കാമുകന്റെ നെറ്റിൽ ഉണ്ടകരി അവൻ മയത്താവുമേ. അവനൊരു പ്രാവ് ചത്ത വില പോലും കൊടുക്കൂലെന്ന്. ഇത് മറ്റേ അവൻ ചത്തെങ്കിൽ ചത്ത് അമ്മക്കെന്ത്. മഞ്ജുവിന്റെ കഥാപാത്രം അത് കണ്ടൊന്ന് മുക്കിയെങ്കിലും ചെയ്യണ്ടേ, ആരെങ്കിലും ഒന്ന് മൂളയെങ്കിലും ചെയ്യണ്ടേ. അവൻ ചത്തക്ക് മലക്കെട്ടെന്ന്. എന്തരടേ ഇതൊക്കെ. പിന്നെ നമ്മുടെ പ്രോ പാലുകുടിക്കാരന്റെ വേറെയും പാട്ടുണ്ട്. കാണാതൊളിച്ചിരിക്കും കാക്ക കുറുമ്പി നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. അങ്ങനെ ഒടുക്ക എല്ലാവരെയും കൊന്ന് ഈ പടം അങ്ങ് തീരും. പിന്നെ ഇതിൽ സൗബിന് വേറൊരു എൻട്രി ഉണ്ട്. ഇത്രയും നേരം സിനിമയുടെ അവസാനം വരെ ആരും സിനിമ കാണാത്തോണ്ട് സൗബിൻ ഇങ്ങനെ ഒരു വേഷം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അറിയാൻ സാധ്യത കുറവായിരിക്കും. മട്ടാഞ്ചേരിയിൽ ഒരു ഫിഷർമാൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഈ രൂപത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അത്രയും നമ്മുടെ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആ പട്ടി റോബോട്ടിനെ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നിട്ട് പ്രളയ സമയത്ത് ഫിഷർമാൻസ് ആണ് ഹീറോ എന്നൊക്കെ പറഞ്ഞ് നായകനെ കൊണ്ടൊരു ക്രിഞ്ച് ഡയലോഗ് പഠിപ്പിക്കും. നിങ്ങളൊക്കെ തന്നെയാടാ സൂപ്പർ സ്റ്റാർസ്. ഈ പടം മുഴുവനും കണ്ടു തീർത്ത ആൾക്കാർക്ക് സന്തോഷവൻ തന്റെ പേര് തന്നെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട്. സന്തോഷിന്റെ സായും ശിവന്റെ ഷീയും കൂടെ ചേർത്ത് ശശി. ഈ പടം മുഴുവനും കണ്ടു തീർത്തവരെല്ലാം ശശിയായി. പിന്നെ ഇതിൽ ഒരുപാട് സ്ത്രീ വിരുദ്ധ ഡയലോഗ്സ് ഉണ്ട്, അൺവാണ്ടഡ് തിങ്സ് ഉണ്ട്. പിന്നെ അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇപ്പോഴാണ് ഈ പടം ഇറങ്ങിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്റെ പൊന്നെ, പിന്നെ എല്ലാരും അങ്ങ് ചന്തറിഞ്ഞ് താമസിച്ചാൽ മതിയായിരുന്നു. സത്യത്തിൽ ഈ പടം എന്ന് വെച്ചാലേ ഭ്രാന്താലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത പോലെയാണ്. ശരിക്കും ഉളമ്പറക്കകത്ത് കയറിയാൽ പോലും ഇതിനേക്കാളും സമാധാനം കിട്ടും. ഈ
സാധാരണ ക്രിസ്മസിന് 2 ചെറുതൊക്കെ അടിച്ച് ഈ പടം നിങ്ങളുടെ 4-5 കൂട്ടുകാരുമായി ഒത്തിരുന്ന് കണ്ടാൽ പിറ്റേ ദിവസം രാവിലെ എല്ലാരും ശവമടക്കം നടത്താം. അത്രയ്ക്ക് മനോഹരമായ ഒരു പണിയാണ് ഈ പടം. സന്തോഷ് പണ്ഡിത്തിനെയൊക്കെ ഒരു തരത്തിൽ തെറി പറഞ്ഞ കുറെ അണ്ണന്മാരുണ്ടായിരുന്നല്ലോ. ഈ പടം കണക്കിലെടുക്കുമ്പോൾ സന്തോഷ് പണ്ഡിത്തിന്റെ പടമൊക്കെ എത്രയോ ഭേദം. സന്തോഷ് ശിവനേ. എന്തായാലും അദ്ദേഹത്തിന് അകാലത്തിൽ പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന നിലയ്ക്ക് ഈ പടം നമുക്ക് ക്ഷമിക്കാമല്ലേ. അദ്ദേഹത്തിന്റെ മറ്റു കഴിവുകളെ നമ്മൾ എന്നും ഇരു കരം നീട്ടിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്റെ മനസ്സ് ഈ പടം മുഴുവൻ കണ്ടതിന് ശേഷം കടുപ്പം കൂടി. ഇപ്പൊ എനിക്ക് ഒന്നിനോട് ഒരു വികാരവും തോന്നുന്നില്ല. മൊത്തത്തിൽ ഒരു മരവിപ്പ്, മാനസിക ചോർച്ച, ശാരീരിക ക്ലേശം. എനിക്ക് വയ്യ. നിങ്ങളും ഈ പടം കണ്ട് വയ്യാതാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലോട്ട് വിട്ടോ, ലിങ്ക് അവിടെയുണ്ട്. അപ്പൊ ഇത്രയും മതി ഗൈസ്. ബൈ, വി വിൽ സീ. പിന്നെ നമ്മൾ കാണുമായിരിക്കും അല്ലേ? അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണുമായിരിക്കും. Thanks. Love you.